ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിങ്ങൾക്ക് രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ സാധ്യമാണോ? ഒറ്റ വാക്കിൽ അതിൻ്റെ മറുപടി സാധ്യമാണ് എന്ന് തന്നെയാണ്. കാരണം മുസ്ലിങ്ങൾ രാജ്യം അനുശാസിക്കുന്ന ഭരണഘടന അനുസരിച്ചുകൊണ്ടും ഭരണകൂടത്തോട് പൂർണ്ണമായ അനുസരണവും ആത്മാർത്ഥതയും പ്രകടിപ്പിച്ചുകൊണ്ടും ജീവിക്കുക എന്നത് അവർക്ക് നിർബന്ധമാക്കപ്പെട്ട കടമ കൂടിയാണ്. പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ സുന്നത്തും ഹദീസുകളും പഠിപ്പിക്കുന്നത് മുസ്ലിമീങ്ങൾ അവർ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയും നിയമങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ്റെ ദൂതനെയും അനുസരിക്കുക. എന്നിട്ട് പറയുന്നു, വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്ന് അധികാരത്തിലുള്ളവരെയും അനുസരിക്കുക എന്ന്. അധികാരത്തിലുള്ളവർ എന്നത് നിയമാനുസൃത സർക്കാരിനെയും ഗവൺമെൻറ്റിനെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് വ്യവസ്ഥാപിത ഭരണകൂടത്തിന് പൂർണ്ണമായി അനുസരണം പുലർത്തേണ്ടത് അനിവാര്യമാണ്. സമാധാനത്തിനും നീതിക്കും സാമൂഹിക ക്രമത്തിനും വേണ്ടി ഭരണാധികാരികളോടുള്ള അനുസരണം അത്യാവശ്യമാണ്. ഒരു വ്യവസ്ഥാപിത ഭരണകൂടത്തിനെതിരായിക്കൊണ്ട് കലാപം ഉണ്ടാക്കുന്നതിനോ സമരം ചെയ്യുന്നതിനോ കുഴപ്പം സൃഷ്ടിക്കുന്നതിനോ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം പ്രവർത്തനങ്ങളെ അതിശക്തമായി വിലക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തോടുള്ള വിശ്വസ്തത ഈമാൻ്റെ ഭാഗമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണമായി, നബി തിരുമേനിയുടെ കാലത്ത് മുസ്ലിമീങ്ങൾ അബീസീനിയയിൽ ക്രിസ്ത്യൻ രാജാവായ നജാഷിയുടെ കീഴിൽ ജീവിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്തത, അനുസരണം, സമാധാനപരമായ സഹവർത്തിത്വം എന്നിവ പ്രോത്സാഹിപ്പിച്ചിരുന്നതായി കാണാവുന്നതാണ്. ആരാധനാ സ്വാതന്ത്ര്യം ബഹുമാനിക്കപ്പെടുന്നിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് ഏത് ഭരണത്തിനും ഭരണഘടനയ്ക്കും കീഴിൽ ജീവിക്കാമെന്ന് ഇത് കാണിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ വസിക്കുന്ന മുസ്ലിങ്ങളായിരുന്നാലും അവർ അതാത് രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലുമുള്ള മുസ്ലിമീങ്ങൾ ആ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ കൽപ്പനകൾ നമുക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു റിവായത്താണ്, അസ്സമഉ വത്താഅതു അലൽ മർഇൽ മുസ്ലിം. അതായത് കേൾക്കുക, അനുസരിക്കുക എന്നുള്ളത്, ഒരു ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടുള്ള കടമയാണ്. ഫീമ അഹബ്ബ വ കരിഹ. ആ പറയുന്ന കൽപ്പന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനത് ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിലും കൂടി അനുസരിക്കുക എന്നുള്ളത് അവന് നിർബന്ധമാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. മറ്റൊരു റിവായത്തിൽ വരുന്നു, ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹദരത്ത് സൽമാൻ ബിൻ യസീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ഭരണാധികാരികൾ ഞങ്ങളോട് അനീതി പ്രവർത്തിക്കുകയും തിരിച്ച് ഞങ്ങൾ അവരോട് അനുസരണം കാണിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. ഇദ്ദേഹം ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മഉ വഅതിഉ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, ഫൈന്നമ അലൈഹിം മാഹുമ്മിലു വഅലൈക്കും മാഹുമ്മിൽത്തും. നിങ്ങളിൽ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്താണോ നിങ്ങൾ അത് നിർവഹിക്കുക. സമാനമായ നിലയിൽ ഈ അധികാരമുള്ളവരുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അവരും നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇത് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്, ഇവിടെ പറയുന്നത് ഭരണാധിപന്മാരെയും ഭരണകൂടത്തെയും ധിക്കരിക്കാതെ അവരെ അനുസരിക്കാനും, ഇനി അഥവാ അവർ അനീതി ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി അവർ മാത്രമാണ് എന്നുമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് വരുന്നില്ല. നമ്മുടെ ഉത്തരവാദിത്വം അനുസരിക്കുക എന്നുള്ളതാണ്. അനീതി ചെയ്യുന്ന ഭരണാധികാരിയെ അള്ളാഹു ശിക്ഷിക്കുന്നതാണ് എന്ന് ചില റിവായത്തുകളിൽ കാണാവുന്നതാണ്. അപ്പം ഇത് ഭരണാധികാരിക്കും അള്ളാഹുവിനും ഇടയിലുള്ള കാര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും അവരെ അനുസരിക്കുക എന്ന് തന്നെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു റിവായത്തിൽ അനീതി പ്രവർത്തിക്കുന്ന ഭരണാധികാരിക്ക് വേണ്ടി ദുആ ചെയ്യാനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ എന്ന ശരീഅത്ത് മനുഷ്യൻ്റെ ധാർമ്മിക പരിഷ്കരണത്തിനും ഉന്നമനത്തിനും വേണ്ടി അവതരിക്കപ്പെട്ട വേദഗ്രന്ഥമാണ്. അത് മാനവരാശിയുടെ വഴികാട്ടിയാണ്. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും സൃഷ്ടാവിൻ്റെ താൽപ്പര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി
മനുഷ്യ ജീവിതത്തെ അർത്ഥവത്താക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെയും രൂപരേഖയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത്. ഖുർആനിലെ വിധിവിലക്കുകളിൽ അക്രമത്തിനോ അനീതിക്കോ വേണ്ടിയുള്ള കൽപ്പനകൾ ഒന്നും തന്നെയില്ല. നീതി, ന്യായം, സത്യസന്ധത, ആദരവ്, അനുസരണം, നല്ല പെരുമാറ്റം തുടങ്ങി എല്ലാ സൽഗുണങ്ങളും ജീവിതത്തിൽ പകർത്തുവാനും കളവ്, വഞ്ചന, കാപഢ്യം, മദ്യപാനം, വ്യഭിചാരം, അഹങ്കാരം, അക്രമം, അനീതി തുടങ്ങി എല്ലാ അധർമ്മങ്ങളും വെടിയുവാനുമാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല, ലോകത്ത് അവതരിച്ച മുഴുവൻ പ്രവാചകന്മാരും അവരുടെ ശരീഅത്തും ഇതുതന്നെയാണ് മനുഷ്യന്മാരോട് ഉത്ബോധിപ്പിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു നിയമഗ്രന്ഥം കൂടിയാണ്. അത് മനുഷ്യൻ്റെ ധാർമ്മിക മുന്നേറ്റത്തോടൊപ്പം തന്നെ അതിൽ ചില രാഷ്ട്രീയമായ നിയമങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ നിയമങ്ങൾ, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ നിയമം ഒരു രാജ്യത്തിൻ്റെ നിയമമാക്കാൻ കഴിയുമോ എന്ന ചോദ്യം സ്വാഭാവികമായും വരുന്നുണ്ട്. ഒരു രാജ്യത്തിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ അവകാശമുണ്ട് എന്നും അതിലുപരി അതൊരു നിർബന്ധ ബാധ്യതയുമാണ് എന്നും ചിലർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ അത് പ്രായോഗികവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. ശരീഅത്ത് ഇസ്ലാമിൻ്റെ നിയമമാണ്, അത് മുസ്ലിങ്ങൾക്കുള്ള നിയമമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ നിയമത്തെ ഒരു രാഷ്ട്രീയ ഭരണകൂടത്തിനുള്ള നിയമനിർമ്മാണമായി എത്രത്തോളം മാറ്റാൻ കഴിയും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു മുസ്ലിം രാജ്യത്തിന് അതിലെ എല്ലാ ജനങ്ങളുടെയും മേലും അതിൻ്റെ നിയമം അടിച്ചേൽപ്പിക്കാൻ അവകാശമുണ്ടെങ്കിൽ അതേ യുക്തിയും ന്യായവാദവും അനുസരിച്ച് മറ്റ് മതങ്ങൾ ഭൂരിപക്ഷമുള്ള ഏതൊരു രാജ്യത്തിനും അവരുടെ നിയമങ്ങൾ നടപ്പിലാക്കാൻ അതേ അവകാശമുണ്ടാകും. അങ്ങനെയായാൽ മുഴുവൻ ലോകവും രാഷ്ട്രീയ സംഘർഷത്തിൻ്റേത് മാത്രമല്ല, മതപരമായ സംഘർഷത്തിൻ്റെയും വേദിയായി മാറും. ഒരു ബഹസ്വര സമൂഹത്തിൽ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും തന്നെ നീതിപൂർണ്ണമാവുകയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭരണകർത്താവ് എന്ന നിലയിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ നീതിപൂർവമായ ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹിജറയ്ക്ക് ശേഷം അദ്ദേഹം മദീനയിലേക്ക് മാറിയപ്പോൾ അവിടെയുള്ള ജൂതന്മാരുമായും മറ്റ് സമുദായങ്ങളുമായും അദ്ദേഹം ബന്ധപ്പെട്ടു. അവർ അദ്ദേഹത്തെ അവരുടെ മത നേതാവായിട്ടല്ല, മറിച്ച് രാഷ്ട്രീയ നേതാവായിട്ടാണ് അംഗീകരിച്ചത്. എല്ലാ തർക്കങ്ങളും അദ്ദേഹത്തെ ഏൽപ്പിക്കാനും വിവിധ കക്ഷികൾ തമ്മിലുള്ള എല്ലാ തർക്കങ്ങളും പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഉന്നതമായ വിധിന്യായത്തെ വിശ്വസിക്കാനും അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് മദീന ചാർട്ടർ അല്ലെങ്കിൽ മദീന കരാർ എന്ന് വിളിക്കുന്നത്. ഇസ്ലാമിക നിയമം ആ സമയത്ത് തന്നെ അവതരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ശരീഅത്ത് നിയമമുണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ പോലും ജൂതന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് മാർഗനിർദ്ദേശത്തിനോ തീരുമാനങ്ങൾക്ക് വേണ്ടിയോ വന്നിരുന്നു. ഓരോ തവണയും അദ്ദേഹം അവരോട് ചോദിച്ചിരുന്നത്, നിങ്ങളുടെ തർക്കം ജൂത നിയമപ്രകാരമാണോ അതോ ഇസ്ലാമിക നിയമപ്രകാരമാണോ അതോ മധ്യസ്ഥത വഴിയാണോ നിങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരുന്നു അദ്ദേഹം വിധി പറഞ്ഞിരുന്നത്. അല്ലാതെ അവരുടെ മേൽ ഇസ്ലാമിക നിയമം അനുസരിച്ചുകൊണ്ട് അദ്ദേഹം വിധി നടപ്പാക്കിയിരുന്നില്ല. ഇനി അടുത്തതായി പരിഗണിക്കേണ്ടത് രാഷ്ട്രം എന്ന ആശയം തന്നെയാണ്. രാഷ്ട്രീയം അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിയമവുമായി ബന്ധപ്പെട്ടവർ പരിഹരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ വിഷയമാണിത്. ഒരു രാഷ്ട്രത്തിൽ ജനിക്കുന്ന ഏതൊരാൾക്കും അതിൻ്റെ നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട് എന്നതാണ് ഏറ്റവും യുക്തിസഹമായ ന്യായം. ഭരണകൂടങ്ങളെയും നിയമനിർമ്മാണത്തെയും കുറിച്ചുള്ള മതേതര സങ്കല്പത്തിൽ ഒരു രാജ്യത്ത് ജനിക്കുന്ന എല്ലാവർക്കും തന്നെ അവരുടെ മതം, വർഗം അല്ലെങ്കിൽ വിശ്വാസം എന്തു തന്നെയായിരുന്നാലും അടിസ്ഥാനപരമായ പൗരാവകാശങ്ങൾ ലഭിക്കുന്നുണ്ട്. തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വരുന്നതാണ്. ഇന്നത്തെ ഭൂരിപക്ഷ പാർട്ടികൾ നാളെ ന്യൂനപക്ഷ പാർട്ടികളായി മാറിയേക്കാം. എല്ലാവരുടെയും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നിറവേറ്റപ്പെടുന്നില്ല. പക്ഷേ തത്വത്തിൽ എല്ലാവർക്കും തങ്ങളുടെ അഭിപ്രായം കേൾപ്പിക്കാൻ ന്യായമായ അവസരവും തുല്യമായ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കുറഞ്ഞത് പ്രതിപക്ഷത്തിലൂടെയെങ്കിലും അതിനവസരം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ശരീഅത്ത് നിയമം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ അനുയോജ്യമായ ഒരു അന്തരീക്ഷം ആവശ്യമാണ് എന്നുള്ളതാണ്. ഓരോ പ്രവാചകനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ആദ്യം ദൈവ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി ആരോഗ്യകരമായ ഒരു അന്തരീക്ഷമാണ് അവർ സൃഷ്ടിച്ചത്. അതൊരിക്കലും ബലാത്കാരമായിട്ടോ നിർബന്ധിതമായിട്ടോ അല്ല, മറിച്ച് സ്വമേധയാ പരിഷ്കരണത്തിന് സമൂഹം തയ്യാറായപ്പോൾ അവർക്ക് നിയമങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിനെ ശരീഅത്ത് നിയമമെന്നോ മറ്റേതെങ്കിലും നിയമമെന്നോ നിങ്ങൾ വിളിച്ചാലും മതനിയമത്തിൻ്റെ ഭാരം വഹിക്കാൻ ആ സമൂഹം കഴിവുള്ളവരായിരുന്നു.
എന്നാൽ ഇന്നത്തെ കാലത്ത് മോഷണം സർവ്വസാധാരണമായ ഒരു സമൂഹത്തിൽ, കള്ളം പറയുന്നത് സർവ്വസാധാരണമായി അംഗീകരിക്കപ്പെടുന്നൊരു സമൂഹത്തിൽ നിങ്ങൾ ശരീഅത്ത് നിയമം നടപ്പിലാക്കുകയും മോഷ്ടിക്കുന്നവരുടെ കൈകൾ വെട്ടിക്കളയുകയും ചെയ്താൽ അവിടെ എന്താണ് സംഭവിക്കുക? അതാണോ ശരീഅത്തിൻ്റെ ഉദ്ദേശം? ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് ശരീഅത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ധാർമ്മിക ബോധനത്തിലൂടെ സാമൂഹിക പരിഷ്കരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാ വിശ്വാസത്തിനും അതിൻ്റേതായ ശരീഅത്ത് നിയമങ്ങളുണ്ട്. അപ്പോൾ ശരീഅത്ത് രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഭാഗമല്ല എങ്കിൽ പോലും അത് സ്വീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആരാധനയെ സംബന്ധിച്ചിടത്തോളം അതെല്ലായിടത്തും നടക്കുന്ന ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. എല്ലാവർക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ആരാധന, വിവാഹം, അനന്തരാവകാശം തുടങ്ങിയ ജീവിതത്തിലെ മിക്ക മേഖലകളിലും ശരീഅത്ത് നിയമമാകാതെ തന്നെ ആചരിക്കാൻ സാധിക്കുന്നതാണ്. ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും അതിലെ പൗരന്മാർക്ക് അവർ വിശ്വസിക്കുന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പ്രത്യേകമായി ശരീഅത്ത് നിയമങ്ങൾ നടപ്പിലാക്കേണ്ട ആവശ്യമേ വരുന്നില്ല. എന്ന് മാത്രമല്ല, ശരീഅത്ത് അങ്ങനെ ബലാത്കാരമായി നടപ്പാക്കേണ്ട ഒന്നല്ല എന്ന് ഞാൻ മുൻപേ തന്നെ വ്യക്തമാക്കിയതാണ്. ഇനി അടിസ്ഥാനപരമായ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സം അനുഭവപ്പെട്ടാൽ പോലും അവിടെ നിന്നും മതസ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഹിജ്റ പോകാനാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ അതല്ല. നമുക്ക് നമ്മുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ന്യായമായ രീതിയിൽ പോരാടാനും പൊരുതാനും അവകാശങ്ങൾ നേടിയെടുക്കാനുമുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. പാകിസ്ഥാൻ പോലുള്ള ചില രാജ്യങ്ങളിൽ അത്തരം അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കുന്നത് കൊണ്ടാണ് അഹമ്മദികൾക്ക് അവിടെ നിന്നും ഹിജ്റ പോകേണ്ടി വരുന്നത്. എന്ന് മാത്രമല്ല, ശരീഅത്തിൻ്റെ അടിത്തറയായ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് പോലും അഹമ്മദികൾക്ക് വിലക്കുള്ളത് കൊണ്ട് ശരീഅത്ത് രാജ്യമെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാനിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ രാജ്യങ്ങളിലേക്കും കുടിയേറിക്കൊണ്ട് അവിടെ സ്വതന്ത്രമായ നിലയിൽ ഏകദൈവാരാധന നിർവഹിക്കാൻ അഹമ്മദികൾക്ക് സാധിക്കുന്നു എന്നുള്ളതും ഒരു വിരോധാഭാസം തന്നെയാണ്. അപ്പോൾ ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇസ്ലാം മതമായിരുന്നാലും ക്രിസ്തു മതമായിരുന്നാലും ഹിന്ദു മതമായിരുന്നാലും അവരുടെ മിക്കവാറും എല്ലാ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും രാജ്യത്തിൻ്റെ പ്രത്യേക നിയമമില്ലാതെ തന്നെ ആചരിക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും ആധുനിക രാഷ്ട്രീയ ചിന്തകർ അംഗീകരിക്കുന്ന ഒരു പൊതുവായ തത്വം എന്നുള്ളത് മതത്തെ രാഷ്ട്രീയം ഇടപെടാൻ അനുവദിക്കരുത്, അതേപോലെ രാഷ്ട്രീയത്തെ മതം ഇടപെടാൻ അനുവദിക്കരുത് എന്നതാണ്. ഞാൻ പറയുന്നത് ഇടപെടലിനെ കുറിച്ചാണ്, സഹകരണത്തെക്കുറിച്ചല്ല. സഹകരണം ഇതേ വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. അതായത് ഒരു സമൂഹത്തെ അവരുടെ സ്വന്തം മതപരമായ രീതികൾക്കനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട മതനിയമം രാജ്യത്തിൻ്റെ നിയമമാക്കേണ്ടത് ഒരു അനിവാര്യമായി വരുന്നതേ ഇല്ല എന്നാണ്. മറ്റൊരു പ്രധാന കാര്യം, മറ്റേത് മതത്തെക്കാളും മറ്റേത് രാഷ്ട്രീയ വ്യവസ്ഥയെക്കാളും മതേതര സ്വഭാവമുള്ള ഭരണകൂടത്തിനായി ഇസ്ലാം വാദിക്കുന്നു എന്നുള്ളതാണ്. മതേതരത്വത്തിൻ്റെ സത്ത എന്നത് വിശ്വാസം, മതം, വർണ്ണം, വർഗം, കൂട്ടം എന്നിവയുടെ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ പരിപൂർണമായ നീതി നടപ്പിലാക്കണമെന്നതാണ്. ഇതാണ് അടിസ്ഥാനപരമായി മതേതരത്വത്തിൻ്റെ യഥാർത്ഥ നിർവചനം. രാജ്യത്തിൻ്റെ നിയമപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് വളരെ കൃത്യമായി ഉപദേശിക്കുന്നുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അതായത് നിങ്ങൾ നീതി പുലർത്തുക എന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. വീണ്ടും പറയുന്നു, വലാ യജ്രിമന്നക്കും ഷനാന ഖൗമിൻ അലാ അല്ലാ തഅദ്ലു അദ്ലു ഹുവ അഖ്റബു ലിത്തഖ്വ, അതായത് നിങ്ങളും മറ്റേതൊരു ജനതയും തമ്മിലുള്ള ശത്രുതയുടെ ഒരളവും കേവല നീതിയിൽ നിന്ന് വ്യതിചലിക്കാൻ നിങ്ങളെ അനുവദിക്കരുത്. എപ്പോഴും നീതിയുക്തരായിരിക്കുക. ഇതിനെയാണ് പരിപൂർണമായ നീതി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഒരു യഥാർത്ഥമായ ഇസ്ലാമിക ഗവൺമെൻറ് അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം എന്നത് പരിപൂർണമായ നീതി പാലിച്ചുകൊണ്ട് ആ നിയമങ്ങൾ അവിടെ നടപ്പിലാക്കുമ്പോഴാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഇസ്ലാം എന്നത് ഒരു സമ്പൂർണമായ മതേതര ഗവൺമെൻറ്റാണ്. ഇനി ഏത് ഗവൺമെൻറ് ആണെങ്കിലും നീതിയുടെ തുലാസിലായിരിക്കണം അതിൽ ഭരണമുണ്ടായിരിക്കേണ്ടത് എന്നാണ്. ചുരുക്കത്തിൽ ഒരു മുസ്ലിമിന് അവൻ ജീവിക്കുന്ന രാജ്യത്തെ ഭരണഘടന അത് ലോകത്തിലെ ഏത് രാജ്യത്തിലെ ഭരണഘടന ആയിരുന്നാലും അതനുസരിച്ച് കൊണ്ട് പൂർണ്ണമായും അതിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിൽ
ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരു തടസ്സവുമില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അല്ലാഹു തആല ഒരു നല്ല മുസ്ലിം ആയിക്കൊണ്ട്, നല്ല വിശ്വാസിയായിക്കൊണ്ട്, അതേസമയം രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ കൽപ്പനകളും പാലിച്ചുകൊണ്ട് പരിപൂർണ വിശ്വാസി ആയിക്കൊണ്ട് തന്നെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.